നമ്മുടെ കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം നരേന്ദ്രമോദി സർക്കാർ കവർന്നെടുക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് വലിയ രീതിയിലുള്ള ബഹളമാണ്. കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം രാജ്യത്ത് മുഴുവനായി ഇടിഞ്ഞു താഴുന്നുവെന്ന് മാപ്രകൾ അല്ലെങ്കിൽ പ്രസ്റ്റിറ്റ്യൂട്ട്സ് വല്ലാതെ അലമുറയിടുന്നുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ സൂചിക ഏതെങ്കിലും തുക്കട സർവേ റിപ്പോർട്ടൊക്കെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ഇവർ വലിയ രീതിയിൽ അതെടുത്ത് ആഘോഷിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായും ഉത്തർപ്രദേശിലൊക്കെ മാധ്യമ സ്വാതന്ത്ര്യം തീരെയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചാബിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നേരിട്ട അട്രോസിറ്റിയും ഉത്തർപ്രദേശിൽ ഒരു മാധ്യമ പ്രവർത്തകൻ നേരിട്ട ഒരു സംഭവ വികാസവും. ഒന്ന്, ഉത്തർപ്രദേശിലെ ഒരു മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ പേര് രാഘവേന്ദ്ര വാജ്പേയി ആണ്. സീതാപൂരിലാണ് ഈ മാധ്യമ പ്രവർത്തകനുള്ളത്. ഈ മാധ്യമ പ്രവർത്തകനെ രണ്ടുപേർ ചേർന്ന് കൊലപ്പെടുത്തി. ഈ കൊലപ്പെടുത്തിയവരുടെ പേര് രാജു തിവാരി. രാജു തിവാരിയുടെ യഥാർത്ഥ പേര് റിസ്വാൻ ഖാൻ എന്നാണ്. പിന്നെ സഞ്ജയ് തിവാരി. ഈ സഞ്ജയ് തിവാരിയുടെ യഥാർത്ഥ പേര് അഖിൽ ഖാൻ എന്നാണ്. റിസ്വാൻ ഖാനും അഖിൽ ഖാനും ചേർന്ന് ഈ രാഘവേന്ദ്ര വാജ്പേയിയെ സീതാപൂരിലുള്ള ഇവരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കൊലപ്പെടുത്തിയ ഈ രണ്ട് പ്രതികൾ ഇപ്പോൾ എവിടെയാണ്? അവരെ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ പോലീസ് എൻകൗണ്ടറിലൂടെ തട്ടിക്കളഞ്ഞുവെന്ന വലിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഉത്തർപ്രദേശിലെ മാത്രം ഒരു വാർത്തയാണ്. കേരളത്തിൽ ഇത് ചർച്ചയല്ല. കേരളത്തിൽ അവർക്ക് ചർച്ച ചെയ്യാൻ സ്കോപ്പില്ല. കാരണം BJP വളരുമോ എന്നുള്ളത് കൊണ്ട് SDPIയുടെ കൊലകളും SDPIയുടെ കൊലപാതകങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യില്ല എന്ന് പരസ്യമായി പറഞ്ഞ മാധ്യമപ്രവർത്തകരുള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. പോരാത്തതിന് ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അധികാരത്തിലേറിയപ്പോൾ എനിക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുള്ള പ്രസ്റ്റിറ്റ്യൂട്ട്സ് ഉള്ള നാടാണിത്. എന്തായിരുന്നാലും ഇനി പഞ്ചാബിലേക്ക് വരാം. പഞ്ചാബിൽ ഇപ്പോൾ ആം ആദ്മിയാണ് ഭരിക്കുന്നത്. ഞാൻ ആദ്യം കോൺഗ്രസ് ഭരിക്കുന്നതെന്നാണ് പറഞ്ഞത്, പക്ഷേ അവിടെ ആം ആദ്മിയാണ്, ക്ഷമിക്കണം. എന്തായാലും ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്ന ഒരു സംഭവം, ജേർണലിസ്റ്റ് ബൽവീന്ദർ കുമാർ ഭല്ല വാസ് ബ്രൂട്ടലി അസോൾട്ടഡ് ഇൻ ബലാട്ട ഓൺ August 1 ഫോർ ക്വസ്റ്റ്യനിങ് 2 കോപ്സ്. അതായത് രണ്ട് പോലീസുകാർ കാണിച്ച വലിയ രീതിയിലുള്ള അനീതിക്കെതിരെ, അതിനെ ചോദ്യം ചെയ്തതിനെതിരെ ഈ രണ്ട് പോലീസുകാർ ചേർന്ന് ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള ബൽവീന്ദർ കുമാർ ഭല്ലയെ നടു റോഡിലിട്ട് പട്ടിയെ തല്ലുന്നത് പോലെയാണ് തല്ലിച്ചതച്ചിരിക്കുന്നത്. എ ചില്ലിംഗ് ബ്ലോ ടു ഫ്രീഡം ഓഫ് പ്രസ് അണ്ടർ AAP റൂൾ ഇൻ പഞ്ചാബ്, FIR രജിസ്റ്റേർഡ് അഗെയിൻസ്റ്റ് പോലീസ് ഒഫീഷ്യൽസ് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പഞ്ചാബിൽ നടക്കുന്നത് ഇത്തരത്തിലൊക്കെയാണ്. പഞ്ചാബിൽ എന്നാൽ AAP ഇന്ത്യ മുന്നണിയിലാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തായെങ്കിലും BJP വിരുദ്ധരാണ്. AAPയെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ഇതാണ് കേരളത്തിലെ മാധ്യമ അജണ്ട എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.